തെറ്റ് പറ്റിയില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അത് തെറ്റൊരു ആർക്കും സംഭവിക്കാത്തൊരു തെറ്റാണെന്നും ഞാൻ പറയത്തില്ല. ജീവിതത്തിൽ പലർക്കും സംഭവിക്കും. പല വലിയ വ്യക്തികൾക്കും ചെറിയ വ്യക്തികൾക്കും സാധാരണക്കാർക്കും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യം അത്. നിങ്ങൾ കണ്ട ആളല്ല ഞാൻ. എനിക്കൊരു ജീവിതമാണ് വേണ്ടത്. എനിക്ക് എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൊച്ചുമക്കൾ, അവരുടെ ജീവിതം അതൊക്കെ നന്നാക്കിയെടുത്ത് അത് കണ്ട് ഒരു സംതൃപ്തി അടയുക എന്ന് പറയുന്നത് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നൊക്കെ പറയുന്ന പദവികളുടെ ഒരു ആഗ്രഹം തന്നെയാണ്. സുഖോട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്ന മനോബലമാണ് ആദ്യത്തെ സമ്പത്ത്. അതിൽ നിന്നുണ്ടായതാ പിന്നീടുള്ള സമ്പത്തല്ല. പ്രണയിക്കുന്ന ടൈമില് സുകുമാരൻ സാർ താലിമാല ഗിഫ്റ്റ് ആയിട്ട് താലിമാല പ്രണയിക്കുന്ന സമയത്ത് താലിമാല തന്നെയാണോ? സെയിം. അത് കല്യാണത്തിന്റെ തൊട്ട് മുമ്പുള്ള ബർത്ത്ഡേക്കാണ് എനിക്കത് തരുന്നതും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോയിട്ടുള്ള ആൾക്കാർ അവിടെ ഞാൻ പറയാം. അപ്പൊ തൊട്ട് എനിക്ക് അറിയാം പുള്ളിക്ക് ഇങ്ങനെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്നുള്ളത്. ലവ് ലാംഗ്വേജ് എങ്ങനെയാണ്? കാരണം അത് അധികം പ്രകടിപ്പിക്കാത്ത ആളാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അതെ. ഇപ്പോഴത്തെ പോലെ ഡാർലിംഗ്, ചക്കര, മറ്റേ മണ്ണാങ്കട്ടി ആ വിളി ഒന്നുമില്ല. മല്ലിക എന്ന് വിളിച്ചാൽ ഒരൊറ്റ വിളിയിൽ ഞങ്ങളൊക്കെ അവിടെ മല്ലികേ എന്ന് വിളിച്ചാൽ മതി, ഞാൻ 4 കാലേ ചാടി ഇരിക്കുന്നിടത്തെത്തും. അത് അദ്ദേഹത്തിന്റെ വിളി തന്നെ അത്ര ഒരു സ്ട്രോങ് ആണ് ആ വിളി. കാരണം എവിടെ നിന്നാലും കേൾക്കും. ഈ 6 or 7 പേര് കണ്ടിട്ട് തീരുമാനിച്ചിട്ട് ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നു, മന്ത്രി വന്നിരുന്ന് പറയുന്നു. അതാണോ ജനത്തിന്റെ താല്പര്യം? അല്ല, അത് നമുക്കറിഞ്ഞൂടെ. അപ്പൊ അതിനെ കിടന്ന് സങ്കടപ്പെട്ട കാര്യം ഈ 7 പേര് പറയുന്നതാണോ സിനിമ എന്ന് പറയുന്നത്? ഒന്നുമല്ല. അഭിനയം എൻ്റെ ജോലിയാണ്, അഭിനയം എൻ്റെ താല്പര്യമാണ്, അതെൻ്റെ പാഷനാണ്. അത് എന്നിൽ അലിഞ്ഞു ചേർന്ന ഒരു വളരെ പലർക്കും കിട്ടാത്ത ഒരു ജന്മസിദ്ധമാണെന്നോ അല്ലെന്നോ എങ്ങനെ വേണേ വ്യാഖ്യാനിക്കാം. പക്ഷേ അതെനിക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മല്ലികാമ്മ, പൃഥ്വിരാജ് സുകുമാരൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, മല്ലിക സുകുമാരൻ അല്ലെ? അപ്പം അമ്മ തുടക്കം മുതല് സുകുവേട്ടൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, സുകുവേട്ടൻ എനിക്ക് വേണ്ടി ജീവിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദൈവത്തിന് തുല്യം കാണുന്ന അവതാര മനുഷ്യൻ അല്ലെ എന്നാണ്. ഞാൻ എപ്പോഴും പറയും, ഈശ്വരനായിട്ട് ഭൂമിയിലേക്ക് അയച്ച ഒരു അവതാര പുരുഷനാണ് എൻ്റെ സുകുവേട്ടൻ. കാരണം ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെയാണ് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എനിക്ക് ജീവിതം, അയ്യോ ഈശ്വര, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ, ഒരു ഭാര്യ, ഒരമ്മ, ഒരു ഗൃഹനാഥ അതൊക്കെ എനിക്ക് നഷ്ടപ്പെടുമെന്നൊക്കെ ചിന്തിച്ച സമയത്ത് ഈശ്വരനായിട്ട് അയച്ച ഒരാളാണ് സുകുമാരൻ. അത് കറങ്ങിത്തിരിയ സുകുമാരൻ്റെ പെങ്ങൾ എൻ്റെ കൂടെ പഠിച്ച ആളുമൊക്കെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹം തന്ന മനോധൈര്യം, അദ്ദേഹം എന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാൻ കാണിച്ച ആ ഒരു സന്മനസ്, കാരുണ്യം, വാത്സല്യം, ഏത് പേരിലും അതിനെ വിളിക്കാം. അതിൽ നിന്നാണ് എനിക്ക് എൻ്റെ ഒരു ജീവിതം പിന്നെ തുടങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ അങ്ങനെ കാണാൻ ഒക്കുള്ളൂ. ഇന്നും ഞാൻ പരിപൂർണമായിട്ടും സുഖേട്ടൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് വേറൊന്നും ചിന്തിക്കാനൊക്കത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ബലം എനിക്കുണ്ട്. പലപ്പോഴും എന്തെങ്കിലും എൻ്റെ കുറേ നാൾ പിള്ളേരെ കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് പിള്ളേരല്ലേ സുഖേട്ട അവരുടെ പാട്ടിൽ എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ശക്തി തരുന്നത് തീർച്ചയായിട്ടും അതെ. ഞാൻ ചിലപ്പോൾ സങ്കടമൊക്കെ പറയും, അയ്യോ പാവം. അപ്പം എനിക്കറിയാം പാവൻ 2 സിനിമയ്ക്ക് നടക്കുക, ഇപ്പം ഗുജറാത്തിൽ ഇരിക്കുന്നുണ്ടോ, നാളെ ഒന്ന് പറഞ്ഞേട്ടാ പനി എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പം അത് പറയാനൊക്കത്തില്ല എന്നുള്ള നല്ല ബോധം എനിക്കുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മരുമക്കളോ കൊച്ചുമക്കളോ ഒക്കെ സ്ഥലത്തുണ്ടെങ്കിലും എല്ലാവർക്കും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നാൽ ഉടനെ അടുത്ത ട്യൂഷനായി എന്തെന്നാണ് നമ്മൾ ആലോചിക്കണ്ടേ. രാവിലെ സ്കൂളിൽ പോകുന്നവർ വന്നു, കുളിച്ചു, എന്തെങ്കിലും കഴിച്ചു, അടുത്ത ട്യൂഷന് പോയി വന്നു, 7-7:30 മണിക്ക് വന്നു. പിള്ളേർ അപ്പോഴത്തേക്ക് തളർന്നായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ശനി ഞായറും ഒക്കെ വരുമ്പോഴേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കാണാനോ എടുക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ നച്ചു പാത്ത് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ. അപ്പോൾ അത് കാരണം സുഖോട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്ന മനോബലമാണ് ആദ്യത്തെ സമ്പത്ത്. അതിൽ നിന്നുണ്ടായതാ പിന്നീടുള്ള സമ്പത്തല്ല. ഇപ്പം മല്ലികാമ്മ ഈ കോളേജിൽ പഠിക്കുമ്പം ഇങ്ങനെ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നു, അങ്ങനെ കുറച്ച് കഷ്ടപ്പാടിലൂടെയൊക്കെ അന്നത്തെ ഒരു കാലഘട്ടം പോയി. അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ ബന്ധത്തിൽ ഏർപ്പെടണ്ടായിരുന്നു? അങ്ങനെയല്ല, ഒരു പ്രത്യേക പ്രായത്തിൽ അതിപ്പോ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം അല്ലല്ലോ. എല്ലാവരുടെയും ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ചിലപ്പോൾ ഒരു ഇത് വന്നു. പക്ഷേ ആ ഒരു തെറ്റിൽ നിന്ന് പിന്നെ നമ്മൾ പഠിക്കണം.
ഇതൊരു ഫാഷനാക്കി മാറ്റരുത്. ഇവനും ശരിയല്ല, അവനും ശരിയല്ല, മറ്റവനും ശരിയല്ല. അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ശരിയാണ്, ഒരു 10-20 വയസ്സിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളതിൽ വിശ്വസിച്ചു, നമുക്കൊരു തെറ്റ് പറ്റി, അയ്യോ ഈശ്വര ഇതായിരുന്നോ സത്യാവസ്ഥ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞതൊക്കെ. അപ്പം സങ്കടം തോന്നും. ആ സങ്കടം നമ്മൾ ആരോട് പറഞ്ഞു തീർക്കും? നമുക്ക് ആൾക്കാരില്ല, അവരിൽ നിന്നൊക്കെ നമ്മൾ അകന്നു. അതൊക്കെ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണത്. അപ്പം അതിൽ നിന്നൊക്കെ മാറി നമ്മൾ അച്ഛൻ അമ്മ ഒക്കെ ആയിട്ട് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി വരണം, അല്ലേ? അത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി ഞാനത് ആദ്യം എടുത്ത തീരുമാനം അതാണ്. നിങ്ങൾ കണ്ട ആളല്ല ഞാൻ. എനിക്കൊരു ജീവിതമാണ് വേണ്ടത്. എനിക്ക് എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൊച്ചുമക്കൾ, അവരുടെ ജീവിതം അതൊക്കെ നന്നാക്കിയെടുത്ത് അത് കണ്ട് ഒരു സംതൃപ്തി അടയുക എന്ന് പറയുന്നത് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നൊക്കെ പറയുന്ന പദവികളുടെ ഒരു ആഗ്രഹം തന്നെയാണ്. അതിനകത്തുനിന്നൊന്നും മാറ്റാനാകത്തില്ല. അപ്പം തെറ്റ് പറ്റി ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അത് തെറ്റൊരു ആർക്കും സംഭവിക്കാത്തൊരു തെറ്റാണെന്നും ഞാൻ പറയത്തില്ല. ജീവിതത്തിൽ പലർക്കും സംഭവിക്കും. പല വലിയ വ്യക്തികൾക്കും ചെറിയ വ്യക്തികൾക്കും സാധാരണക്കാർക്കും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത്. അപ്പോൾ ഒരു തെറ്റിൽ നിന്ന് പിന്നെയും തെറ്റിലേക്ക് പോകാതിരിക്കാൻ നോക്കുക. ഞാൻ പെൺകുട്ടികളോട് പലപ്പോഴും ചിലരൊക്കെ പറയും ഇവരൊരു സ്ത്രീ വിദ്വേഷിയാതൊക്കെ പറഞ്ഞാൽ അല്ലല്ല. ഒരു പ്രാവശ്യം പോയിട്ട് അവിടെ ഒരു തെറ്റാണ് അത് നമുക്ക് കണ്ടു, അല്ലെ 2 പ്രാവശ്യം പോയി, 2ാമത്തെ പ്രാവശ്യം ചെന്നപ്പോഴും ഇയാൾ ഇത് തന്നെ, പിന്നെ പോരുത്. അല്ലാതെ 200 പ്രാവശ്യം പോയിട്ട് ആൾ ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതിനകത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്, അല്ലേ? 1, 2 പ്രാവശ്യം 3 പ്രാവശ്യം നമുക്ക് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ 30 പ്രാവശ്യം പോകുമാരെങ്കിലും അത് ചെയ്തത്. പിന്നെ ആണുങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാ? ഉടനെ പറയും മല്ലിക ചേച്ചി സ്ത്രീ വിദ്വേഷിയത്. അല്ല, സ്ത്രീകൾക്കൊരു അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരു തെറ്റിൽ നിന്ന് നമ്മൾ ആരോ പറഞ്ഞ പോലെ ഈ വീണാണ് നടക്കാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞ പോലെ 1, 2 പ്രാവശ്യമൊക്കെ വീണു, പിന്നെ ശരിക്കും നടക്കാൻ പഠിക്കുക. അപ്പോഴും പിന്നെ വീണോണ്ടിരിക്കരുത് എപ്പോഴും. അതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഇപ്പൊ അമ്മ തിരിച്ചും മാതാപിതാക്കളുടെ അടുത്ത് അച്ഛനെയും അമ്മേനെയും കാണാൻ ചെല്ലുന്നത് സുകുമാരൻ സാറ് പറഞ്ഞിട്ടാണ്, പിന്നെ അദ്ദേഹത്തിന്റെ കാറിലാണ് ഇൻഫ്ലുവൻസിലാണ്. പക്ഷെ അപ്പം ഒരു നീണ്ട ഒരു 5 വർഷം കഴിഞ്ഞു ഏകദേശം, അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് അത്രയും വൈകിയത്? മനസ്സിന് ബലം വരാൻ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വിശ്വസിച്ച കഥകളെല്ലാം വെറും ഒരു എന്താ പറയുക പൈങ്കിളി കഥ പോലായിരുന്നു. ഒന്നും സ്വാഭാവികമായിട്ട് നടക്കാൻ സാധ്യതയുള്ള സംഗതികളായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ 2-3 കൊല്ലം പോയി. പിന്നെ ഒരു ഒറ്റപ്പെട്ട ജീവിതം ഒരു 2 കൊല്ലം ആരുമില്ലാതെ ഒക്കെ, അയ്യോ നമ്മളെയൊക്കെ അങ്ങ് തഴഞ്ഞല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ ജീവിക്കുമല്ലോ. അപ്പോൾ പിന്നെ തീരുമാനിച്ചു എന്തായാലും അച്ഛനെ അമ്മയും കാണുന്നത്. അപ്പോൾ ആ ഒരു 2 വർഷത്തെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് എനിക്ക് ഏറ്റവും ബലവും താങ്ങും തണലുമായിരുന്നത് സുഖേട്ടനാ. എന്തിനാണ് നിങ്ങൾ അത് അദ്ദേഹത്തിന് പ്രധാന രീതി അങ്ങനെയാണല്ലോ, ഈ മറ്റേ കൊഞ്ചിക്കൊണ്ടുള്ള ആശ്വസിപ്പിക്കുന്നതല്ലേ, നിന്റെ സുഖടാ അച്ഛനമ്മയെ കണ്ടുവിടെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്പിച്ചേട്ടൻ്റെ പടത്തിൽ അദ്ദേഹത്തിൻ്റെ കാറിലാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ആദ്യം പോയത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു തെറ്റ് ചെയ്തിട്ട് മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അമ്മ ചെല്ലുന്നത്. അപ്പം എങ്ങനെയാണ് അവരെ ഫേസ് ചെയ്ത ഒരുപാട് പറഞ്ഞ കഥയാണ്. എന്ന് ഫേസ് ചെയ്യാനൊന്നും ഉണ്ടായില്ല. അച്ഛനുണ്ട്, അമ്മ, അവരുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ ചേച്ചിമാരൊക്കെ വിദേശത്തൊക്കെയാണ്. ചെന്നു കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നൊരു സംഭവം തന്നെ. അച്ഛനൊരു പുതിയ കാര്യം, അതെ അച്ഛനൊരു പുതിയ കാര്യം, കാരണം അച്ഛനീ വെളിയിലൊക്കെ ഓരോരുത്തർ പറഞ്ഞ് കേൾക്കുമല്ലോ. അമ്മയ്ക്കും ഇങ്ങനെ ഒരു സുഖകരമല്ലാത്ത രീതിയാണ്, ഇതൊന്നും ആയിരുന്നില്ല, അവൾക്ക് വരണ്ടിരുന്നത്, അവൾ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ ജീവിക്കുക എന്നൊക്കെ തോന്നുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ചെല്ലുന്നത്. അത് പറഞ്ഞു, നീ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞതും അങ്ങനെ തന്നെ. പിന്നെ ഇദ്ദേഹം നേരിട്ട് വന്ന് കല്യാണമൊക്കെ ആലോചിച്ചു, എല്ലാവരും കൂടെ പങ്കെടുത്ത് കല്യാണം നടത്തി. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ അത് അച്ഛൻ നടത്തിയൊരു കല്യാണം പോലെയായി. അപ്പം അച്ഛൻ അതോടുകൂടി അങ്ങ് ദുഃഖങ്ങളെല്ലാം അങ്ങ് മറന്നു വെച്ചത്, അതാണ് സത്യം. വിവാഹം കഴിച്ചിട്ട് 2 ആഴ്ചയൊക്കെ മറച്ചു വെച്ചില്ലായിരുന്നു, അതെന്തുകൊണ്ടാ? അതിന് മുമ്പ് തന്നെ ഇങ്ങനെ കഥ, ഇങ്ങനെ സുകുമാരൻ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഒരുപാട് ആലോചനകൾ പോയിട്ടുണ്ട്. 2-3 കൊല്ലത്തേക്ക് എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ ആള് ടാൻസാനിയെ പോകാൻ പോകുന്നു, അവിടെ പോകാൻ. ഇദ്ദേഹം ലെക്ചറായിരുന്നല്ലോ ഇവിടെയൊക്കെ, ഇംഗ്ലീഷ് പ്രൊഫസറും ഒക്കെ ആയിരുന്ന ആളാണ്. എന്നൊക്കെ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് എന്നെ കല്യാണം കഴിക്കാൻ കുറച്ച് പേർക്കൊക്കെ അറിയായിരുന്നു കേട്ടോ. മലയാറ്റൂർ സാറിന് അറിയായിരുന്നു, SK നായർ സാർ അന്ന് മറ്റേ കൊല്ലത്തുള്ള അദ്ദേഹത്തിന് അറിയായിരുന്നു. അങ്ങനെ പിന്നെ അടുത്ത 1-2 സുഹൃത്ത് അനിയന്മാർക്ക് 2 പേർക്കും അറിയായിരുന്നു. ഈ പറയുന്നതിനോട്ടാ ഇന്ദ്രൻ്റെയും രാജുവിൻ്റെയും കാര്യം പറഞ്ഞ പോലെ അവർ ചേട്ടനും 2 അനിയനും, 2 പേരും ഡോക്ടേഴ്സാണ്. വലിയ അടുപ്പമായിരുന്നു. കുറച്ചൊക്കെ സുഖയുടെ വിഷമം തുടങ്ങിയത് അതിനകത്ത് ഒരു അനിയൻ ഒരു ഹാർട്ട് അറ്റാക്കിൽ മരിച്ചുപോയി. പൊദ്ദാർ പ്ലാന്റേഷൻ്റെ മെഡിക്കൽ ഓഫീസറായിരുന്നു അവിടെ, എസ്റ്റേറ്റിലെ ഡോക്ടർ.
അപ്പോൾ അവൻ ഓർക്കാപ്പുറത്ത് വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വലിയ വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ അറിയായിരുന്നു. അങ്ങനെ ഇവർ അനിയന്മാരും സുഖമായിട്ട് ഇവിടെ അച്ഛനോട് പറഞ്ഞു ആദ്യം. അച്ഛൻ അപ്പം അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഒക്കെ എനിക്കറിയായിരുന്നു, കുറേ കാലമായിട്ട് ഇങ്ങനെ കല്യാണം ആലോചിക്കുന്നുണ്ടാവും, വേണ്ട വേണ്ട എന്ന് പറയുന്നതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അമ്മയും പറഞ്ഞു, ചേടാ 2 വർഷമായിട്ട് ആരെ കാണിച്ചാലും ഏത് ഫോട്ടോ അയച്ചാലും കല്യാണം വേണ്ട കല്യാണം വേണ്ട എന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ കെട്ടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞങ്ങൾ പറഞ്ഞു, ഇപ്പം നമുക്ക് അമ്മയെ കൊണ്ടുവരണ്ട, അവൾ ചിലപ്പോൾ ഇവിടെ വന്ന് ആകപ്പാടെ വിഷമിച്ച് പോകും, സ്വാഭാവികം അല്ലെ, പെട്ടെന്ന് കേൾക്കുമ്പോൾ അമ്മയെ വിചാരിക്കില്ലേ. അപ്പം അങ്ങനെ അനിയന്മാരും അച്ഛനും വളരെ അടുത്ത ബന്ധക്കാർ ഞങ്ങളുടെ വീട്ടിൽ നിന്നും അതെ കുറച്ച് പേര് എല്ലാവരും കൂടി ഇപ്പോൾ 10-50 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇങ്ങനെ നടത്തിയപ്പോൾ സിനിമാ ലോകത്തൊന്നും ആരെയും വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ ചിലർക്കൊക്കെ അറിയാം. സുഖൻ്റെ വലിയ ഫ്രണ്ട്സായിരുന്നു അന്ന് നമ്മുടെ ധന്യ ഫിലിംസ്, അതായത് നമ്മുടെ വിധുബാലയുടെ ഹസ്ബൻഡ് പൂതേരി രഘു സംഗീത സംവിധാനം, അദ്ദേഹത്തെ ഇന്നില്ല, അങ്ങനെ കുറച്ച് പേര് കൂടെ ചേർന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അവരൊക്കെ വലിയ കൂട്ടുകാരാണ്. അങ്ങനെ അതിൽ 1-2 പേരോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നാണെന്ന് ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു നല്ല ദിവസമൊക്കെ നോക്കി രാവിലെ 7:40-നും 8:20 ഇടയ്ക്കായിരുന്നു മുഹൂർത്തം. പുള്ളിക്ക് അന്നാണ് എൻ്റെ നീലാകാശം കൊല്ലത്തൊരു ഷൂട്ടിംഗ് നടക്കുന്നത്, തോപ്പിൽ ഭാസാറിൻ്റെ. അപ്പം കെട്ടി എല്ലാവരും ജുബേ സുന്ദരകുട്ടപ്പനായിട്ടൊക്കെ കഴിഞ്ഞിട്ട് വേഗം മുകളിലോട്ട് കയറി എൻ്റെ ചേട്ടൻ്റെ വീട്. അപ്പം പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വന്ന് ലുങ്കിയൊക്കെ കൊടുത്ത് പോകാതെ എൻ്റെ അമ്മ ചെയ്യൂ ഇതെന്താ ഷൂട്ടിംഗ് ഉണ്ടെന്ന്. അപ്പം ഞാൻ ഷൂട്ടിംഗ് ഇരിക്കാനാണ് പോയത്. അപ്പം അവിടെ അങ്ങനെ ചെന്നിറങ്ങിയാലും പതിവുപോലെ വന്നു വേഷം മാറി എന്താ പതിവില്ലാതെ ഇപ്പം ചന്ദനക്കുറിയൊക്കെ തൊട്ട് ചുമ്പായൊക്കെ ഇട്ട് വരുന്നത് ഒരു ചെറിയ ന്യൂസ് നമ്മുടെ മീന ചേച്ചിക്ക് കിട്ടിയിരുന്നു. അപ്പം അവിടെ സുഖാരാ എന്ത് കല്യാണം കഴിക്കേണ്ട സമയത്ത് ഞാൻ കഴിക്കും, അത് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഇതൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, മട്ടിൽ അഭിനയിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അടുത്ത പടത്തിന് കണ്ണൂർ പോയി. ശാരദ ചേച്ചിയായിരുന്നു അതിനകത്ത്. പോയപ്പോൾ പറഞ്ഞു 2 ആഴ്ചയായി അങ്ങനെ പോയി. അപ്പോൾ ശാരദ ചേച്ചിക്ക് എന്നെ വലിയ കാര്യം, ഞങ്ങൾ വലിയ അടുപ്പക്കാരാണ്. എന്നാലും എൻ്റെ സുകുമാറ ഇതെപ്പോഴും നമ്മളാരും അറിഞ്ഞെന്നൊക്കെ ഞാൻ ചേച്ചി കുറേയൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ എല്ലാവരും അറിഞ്ഞു. ഓക്കെ. ഇപ്പൊ മല്ലികമ്മയുടെ 3 ഓപ്ഷൻസ് വരികയാണെങ്കിൽ സ്കൂൾ പ്രണയം, കോളേജ് പ്രണയം, കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രണയം, ഇതിൽ ഏതായിരിക്കും മല്ലികമ്മ ചൂസ് ചെയ്യുന്നത്? സ്കൂളിൽ പ്രണയമൊന്നുമില്ലായിരുന്നു. സ്കൂളിൽ നല്ല ഭയങ്കര പിടിക്കുകയില്ലായിരുന്നു ഞാൻ. കോളേജിൽ ആള് പിടിക്കുകയൊക്കെ തന്നെ ആയിരുന്നു. കൊള്ളാം. ഇത് പ്രണയമൊന്നും ആവണില്ല, കോളേജിൽ വെച്ചിട്ടുള്ള ഇതേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും 3ാമത് പറഞ്ഞതായിരിക്കും. എന്താ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത്. കാരണം അവിടെ ആ പ്രണയത്തിനൊരു ഭയങ്കര സുഖമുണ്ട്. കാരണം നമുക്കൊരു ജീവിതം തന്നു അല്ലേ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഒരു സ്വർഗമാണത്. അവിടെ എന്തെല്ലാം ഒരു ഭാര്യ എന്നുള്ള നിലയിൽ, ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് എന്തെല്ലാം കടമകളുണ്ടോ ഞാനതൊക്കെ 150% പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. യാതൊരു സംശയമില്ല. അത് സുഖമായിട്ടും അറിയാം, മക്കൾക്കും അറിയാം. സിനിമ പിന്നീട് എന്താ വേണ്ട എന്ന് മല്ലികമ്മയുടെ തീരുമാനമായിരുന്നോ ഈ വിവാഹശേഷം? തീർച്ചയായിട്ടും അതെ. കാരണം എന്താ വെച്ചാൽ അത് പലരും ചോദിച്ചിട്ടുണ്ട്, സുഖേട്ടൻ അഭിനയിച്ചിട്ടില്ല. അല്ല, ഇരകളിൽ എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു, പടയണിയിൽ അത് പക്ഷേ ഒരു ചെറിയ വേഷമായിരുന്നു. സുഖേട്ടൻ്റെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലൊരു ഭാര്യ, അത് ചെയ്യാൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ എൻ്റെ വാശി എന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കലയല്ല ജീവിതമാണ് പ്രധാനം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം പ്രത്യേകിച്ച് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ച ജീവിതം ഇതാണ്, അല്ലാതെ അഭിനയം അതുമല്ല. അഭിനയമൊക്കെ സാഹചര്യങ്ങളുടെ ഒരു നിർബന്ധിതമായ അന്തരീക്ഷം ഉണ്ടായപ്പോൾ അതിനകത്തങ്ങ് പെട്ടുപോയത്. നമുക്ക് ജീവിക്കണ്ടേ, അങ്ങനെ വന്നാൽ. അല്ലാതെ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചൊരാളല്ല ഞാൻ സത്യത്തിൽ. പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ പാട്ടിനും അഭിനയത്തിനും. ഞാൻ യൂണിവേഴ്സിറ്റി ലെവലിലെ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയതിൻ്റെ ഒരു ബലത്തിൽ നമ്മൾ ഒരു ചാൻസ് വന്നപ്പോൾ ചെയ്തു. സത്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതൊരു വരുമാന മാർഗം കൂടിയാണല്ലോ എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനം. അല്ലാതെ അയ്യോ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് നടന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ജീവിതമാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്താ ഞാനും കൂടെ അറിയാൻ ശരിയാകത്തില്ല. കാരണം ഇപ്പോൾ നമ്മുടെ പടമാണ്, ചെറിയൊരു വേഷം ചെയ്യുന്നോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പം പിള്ളേരുടെ കാര്യമോ, മക്കൾ വൈകിട്ട് സ്കൂളിൽ നിന്ന്, അപ്പോൾ അന്ന് അപ്പോൾ ചെറിയ ഹോസ്റ്റലിലോട്ടൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു 6-7 വയസ്സ് വരെയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്നെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ ശരിയാവില്ല മോളെ. കാരണം അവരുടെ ഒരു ബുദ്ധി വികസിക്കുന്ന സമയം, അവർ പലതും കണ്ടു പഠിക്കുന്ന ഒരു സമയം, കേട്ട് പഠിക്കുന്ന ഒരു സമയം. ആ പ്രായത്തിൽ കഴിയുന്നതും
അച്ഛനമ്മമാർ അവരുടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും അവരുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അന്ന് ഞാൻ സുഖേട്ടൻ്റെ കൂടെ പോലും ഞാൻ പോകത്തില്ല, എപ്പോഴും വിളിക്കും. 2 ദിവസം അവധി കിട്ടിയാൽ ശരി ഞായറുള്ള പറയും പിള്ളേരെ കൊണ്ട് വരാൻ പറയും കാറിൽ. അയ്യോ എനിക്ക് അങ്ങനെ പോകാൻ ഒരു കുറച്ചേറെ അവധി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓണത്തിൻ്റെ അവധി, ക്രിസ്മസ് അല്ലെങ്കിൽ സമ്മർ ഹോളിഡേയ്സിലൊക്കെ എപ്പോഴും ഷൂട്ടിംഗ് ആണെങ്കിലും ഞങ്ങളോട് ചെല്ലാൻ പറയും, ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ഇപ്പോൾ 2 ദിവസം അവധി കിട്ടുമ്പോൾ എനിക്കത് പറ്റത്തില്ല. കാരണം അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കുട്ടികളുടെ കാര്യം അവർക്ക് ചുമ്മാ കൊണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും അസുഖം വരിക, അപ്പോൾ അതൊക്കെ അവരുടെ ഒരു ഇമ്മ്യൂണൈസേഷനെ ബാധിക്കില്ലേ. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് തന്നെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഇപ്പൊ സുകുമാരൻ സാറിന്റെ ആയാലും മല്ലികമ്മയുടെ ഇടയിലത്തെ ലവ് ലാംഗ്വേജ് എങ്ങനെയാണ്? കാരണം അത് അധികം പ്രകടിപ്പിക്കാത്ത ആളാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അതെ. ഇപ്പോഴത്തെ പോലെ ഡാളിങ്, ചക്കര, മറ്റേ മണ്ണാങ്കട്ടി ആ വിളി ഒന്നുമില്ല. മല്ലിക എന്ന് വിളിച്ചാൽ ഒരൊറ്റ വിളിയിൽ ഞങ്ങളൊക്കെ അവിടെ മല്ലിക എന്ന് വിളിച്ചാൽ ഞാൻ 4 കാലേ ചാടി ഇരിക്കുന്നിടത്തെത്തും. അത് അദ്ദേഹത്തിന്റെ വിളി തന്നെ അത്ര ഒരു സ്ട്രോങ് ആണ് ആ വിളി. കാരണം എവിടെ നിന്നാലും കേൾക്കും. പിന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് തന്നെ, യാതൊരു സംശയമില്ല. പക്ഷേ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് അശേഷം ചിന്തയില്ല, അത് ഇഷ്ടമല്ലത്. അത് പിന്നെ ഞാൻ പറയാം, അതായത് തലമുറകൾ മാറുമ്പോൾ ഉള്ളൊരിതാണ്. പഴയ ആൾക്കാരിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ അച്ഛന് അമ്മ ഇപ്പോഴത്തെ പോലെ ചേട്ടാന്നും അണ്ണാന്നും അപ്പൂപ്പാന്നും ഞങ്ങളാരും കേട്ടിട്ടില്ല. അതെ, ഈ അതേലേക്ക് നിൽക്കും. ഊണ് കഴിക്കാറായില്ലേ അത് ചോദിക്കുക. അപ്പം ഞങ്ങളൊക്കെ പെട്ട് വളർന്നത് മക്കളേക്ക് അമ്മ ആരോടാ ചോദിക്കുന്നത്, പൊടി എന്നൊക്കെ പറയാം. അമ്മയ്ക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ ഞാൻ ഇത് കൺഫ്യൂഷൻ വരും. 3-4 പേരിരിക്കുമ്പോൾ അതെ ഊണ് കഴിക്കാറായില്ലെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും കൂടെ ഉത്തരം പറയുന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വില ചേട്ടനെ വീട്ടിൽ വിളിക്കുന്നത് മണി എന്നാണ്, ഡോക്ടർ എംബിള് അദ്ദേഹത്തിന്. മണിയുടെ അച്ഛൻ ഊണ് കഴിക്കുന്നില്ലേ, മണിയുടെ അച്ഛൻ പോകുന്നില്ലേ, തല്ലിക്കൊന്നാൽ ഞാൻ കേട്ടിട്ടില്ലേ ചേട്ടാന്നും മറ്റൊന്നും വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ തലമുറ വന്നപ്പോഴാണ് ഈ ചേട്ടാ വിളി ഒക്കെ തുടങ്ങിയത്. ഇപ്പോൾ അതൊക്കെ മാറി, പേര് പറയുന്ന ഫാഷൻ ഭർത്താവിൻ്റെ. കൊള്ളാം. അതിപ്പോൾ ഇപ്പം അങ്ങനെയല്ലേ എല്ലാവരും. അല്ല, ഈവൻ എൻ്റെ വീട്ടിൽ പോലും ഇന്ദിര, രാജു, അത് ആ പ്രായം ഏതാണ്ടൊരു വരി കോളേജ് പഠിക്കുന്ന പിള്ളേർ സംസാരിക്കുന്ന പോലെയാണ് അവർ. അത് ഇരുകൂട്ടരും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കെന്തുവാ വേറെ എന്താ വിളിച്ചാലും, ചീത്ത ചോദിച്ചാൽ എന്ത് വിളിച്ചാലും കേൾക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. വിളിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു വിരോധം. അപ്പം ഈ കാലാനുസൃതമായ മാറ്റം തലമുറകൾ മാറുന്നതനുസരിച്ചുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രകടനം, സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയോട് സ്നേഹമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുപോലെ സ്നേഹിച്ച് എൻ്റെ അമ്മയെ നോക്കിയത് കൊണ്ടാണ് ഞങ്ങൾ 4 മക്കൾ, ഞങ്ങളെല്ലാവരും ഒക്കെ പഠിച്ചു, വേണ്ട വിധമൊക്കെ നോക്കി, അത്യാവശ്യം ഭൂസ്വത്തുക്കളുമൊക്കെ ചങ്ങനാശ്ശേരിയിലും ഹരിപ്പാടും ഒക്കെ. ചങ്ങനാശ്ശേരിയിൽ എൻ്റെ അച്ഛൻ്റെ വീടാണ് പ്രസിദ്ധനായ ദേവരായ മാഷിയുടെ ഭാര്യ ലീലാമണി ചേച്ചി വാങ്ങിച്ചതുമൊക്കെ. അങ്ങനെയുള്ള ഭൂസ്വത്തുക്കളൊക്കെ അന്ന് വലിയ വിലയൊന്നുമില്ലല്ലോ. അവിടെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇപ്പം അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ 1 ഏക്കർ 80 സെൻറ്റ് 1.5 ഏക്കർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട്. തെങ്ങും പുരയിടോ. ഇപ്പം എൻ്റെ ഹരിപ്പാട് എൻ്റെ അമ്മയുടെ വീട് 3-3.5 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്തില്ലാത്ത, സത്യം പറഞ്ഞാൽ മാവ് ഞാൻ കേട്ടിട്ടില്ലാത്ത മാങ്ങയുണ്ട്. അതെല്ലാം അങ്ങനെ വാങ്ങിച്ചിട്ട് അത് ഇന്നിപ്പോൾ നമുക്ക് 3.5 ഏക്കർ വസ്തു റോഡ് സൈഡ് വാങ്ങിക്കണമെങ്കിൽ എന്ത് രൂപ വേണം? എൻ്റെ അപ്പൂപ്പനൊക്കെ എല്ലാം ആകെപ്പാടെ 500 രൂപയായിരിക്കും ചിലപ്പോൾ എല്ലാം കൂടെ കൊടുത്തിരിക്കുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് കുടുംബത്തിൻ്റെ ഒരു ഭദ്രത, ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൻ്റെ ഒരു സുരക്ഷിതത്വം, അതൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ സ്നേഹമല്ലേ. ഇതല്ലാതെ ഇപ്പോൾ നാട്ടുകാരുടെ വെച്ച് മോളെ ചക്കര ഡാളിങ്ങ ഇങ്ങോട്ട് വാ, നന്നായിരിക്കും സുഖം, അതും ആരും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും. പ്രണയിക്കുന്ന ടൈമില് സുകുമാരൻ സാർ താലിമാല ഗിഫ്റ്റ് ആയിട്ട് തന്നെ, താലിമാല പ്രണയിക്കുന്ന സമയത്ത് ആ താലിമാല തന്നെയാണോ? സെയിം. അത് കല്യാണത്തിന്റെ തൊട്ട് മുമ്പുള്ള ബർത്ത്ഡേക്കാണ് എനിക്കത് തരുന്നതും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോയിട്ടുള്ള ആൾക്കാർ ഇതത്തെ അവിടെ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് എനിക്ക് അറിയാം പുള്ളിക്ക് ഇങ്ങനെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്നുള്ളത്. അദ്ദേഹം തന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് അമ്മയുടെ ആചാരപ്രകാരം പൂജിക്കും എടുക്കും അതൊക്കെ ചെയ്തോണ്ടാട്ടെ. പക്ഷേ അത് ഏതായാലും ഞാൻ വാങ്ങിച്ചു കൊടുത്തൊരു സാധനം കയ്യിലിരിപ്പുണ്ട്, അത് തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അച്ഛനോട് അല്ല, അച്ഛനോടും അമ്മയോടും, എൻ്റെ അച്ഛനോടും അമ്മയോടും തന്നെ പറഞ്ഞു. മല്ലിക മക്കൾ 2 പേരും മലയാള സിനിമയിലെ മുൻനിര അഭിനേതാക്കൾ, മക്കൾക്കൊപ്പം നിൽക്കുന്ന മരുമക്കളും. എന്നിട്ടും മല്ലിക സുകുമാരൻ എന്ന താങ്കൾ ഇപ്പോഴും ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കുന്നു, സ്വന്തമായി പണിയെടുത്ത് ജീവിക്കുന്നു. ശരിക്കും മക്കളോടും മരുമക്കളോടും താങ്കൾ നടത്തുന്ന ഒരു പോരാട്ടമാണോ ഇത്? അത് കൊള്ളാം.
പോരാട്ടത്തിലാണോ ഞാൻ അഭിനയിക്കുന്നത്? അല്ല, അഭിനയം എൻ്റെ ജോലിയാണ്, അഭിനയം എൻ്റെ താല്പര്യമാണ്, അതെൻ്റെ പാഷനാണ്. അത് എന്നിൽ അലിഞ്ഞു ചേർന്ന ഒരു വളരെ പലർക്കും കിട്ടാത്ത ഒരു ജന്മസിദ്ധമാണെന്നോ അല്ലെന്നോ എങ്ങനെ വേണേൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അതെനിക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ വന്ന് വിളിച്ച് ഇങ്ങനെ ഒരു വേഷമുണ്ട് ചേച്ചി ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒരു വരുമാനം ഉണ്ടാകുന്നു. ആ പോക്കറ്റ് മണി കൊണ്ട് എനിക്ക് എൻ്റെ കൊച്ചുമക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൂടെ? അല്ലാതെ മക്കൾക്കൊന്നും ഇനിയൊന്നും വാങ്ങിച്ചു കൊടുക്കുമൊന്നും വേണ്ട, അതൊക്കെ ഇഷ്ടംപോലെ അവരുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആരോടും ഒരു പോരാട്ടവും ഇല്ല. ഇതൊക്കെ ചോദിക്കുന്നത് മക്കൾ തന്നെയാണ് ചോദിക്കുന്നത്. അമ്മയ്ക്ക് ഇനിയൊക്കെ വീട്ടിൽ ഇരിക്കാം അമ്മയെന്ന് പറയാം. അപ്പം ഞാൻ പറയും പോലെ അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ശരി അമ്മ ഇതിങ്ങനെ വേണ്ടാത്തൊക്കെ ആലോചിച്ച് കൂട്ടും ഒറ്റയ്ക്ക് വിട്ടിരുന്നാൽ ഇതെല്ലാം ശരിയാമേ പൊക്കോ അമ്മേ. ഇതെല്ലാം മക്കൾ തന്നെയാണ് പറയുന്നത്. അത് സത്യം. ഞാൻ തന്നെ വീട്ടിലിരിക്കുന്നാലാണ് എനിക്ക് പ്രശ്നം. മറ്റേ ഞാനിങ്ങനെ അഭിനയിക്കാൻ പോന്നു, അല്ലാത്തപ്പോൾ എൻ്റെ കോളേജിലെ ഗ്രൂപ്പും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അത്യാവശ്യം കാണും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ട്. ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള അമേരിക്കയിലെ വളരെ അടുത്ത സുഹൃത്തിലധികം വന്നിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ കൊച്ചി മാരിയറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഇല്ല 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെമ്പിള്ളാരുടെ വാചകടിയാണ് ഞങ്ങൾക്കൊക്കെ. വയസ്സിത്രയൊക്കെ ആയതൊക്കെ ഉള്ള അങ്ങ് മറന്നു പോകും. പണ്ടത്തെ കോളേജിലെ കാര്യവും സ്കൂളിലെ കാര്യവും ഒക്കെ. ഞങ്ങൾ സ്കൂളിൽ തൊട്ട് ഒന്നിച്ച് പഠിച്ചു വന്നൊരു വലിയ ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് തന്നെ കൂൾ ലീഡേഴ്സ് എന്നാണ്. കൂൾ ലീഡേഴ്സ്. അപ്പം അത് ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ ചെന്നിരുന്ന് പാചകമൊക്കെ അടിച്ചു. അപ്പം ഇതൊക്കെ നമുക്കെന്താ വെച്ചാൽ മനസ്സൊന്ന് എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമുക്കും ഒരു സുഖം, ഒരു സന്തോഷം. മക്കളെ അടുത്ത് ഇല്ലാത്തപ്പോൾ നമുക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ വീടുകളിൽ ചെന്നിരുന്ന് പാചകം അടിക്കാൻ അല്ല, ഇപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ അല്ല, സ്വന്തക്കാർക്ക് പോലുള്ളൊരു പരാതി അതാണ്. ഒരു കല്യാണം വന്നാലോ, ഒരു പേരിടിയിൽ വന്നാലോ, ഒരു മരണം വന്നാലോ ഒന്നും എനിക്ക് സമയത്തിന് എത്താൻ പറ്റുന്നില്ല. ഈ യാത്ര ചെയ്തൊരിടത്ത് പോകാൻ ഇച്ചിരി മടിച്ചിയാണ് ഞാൻ, സത്യം. അത് പണ്ടും അതെ. പിന്നെ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടിടത്തൊക്കെ ഒന്ന് പോകും. അത് ഇപ്പം ഈ പറഞ്ഞ പോലെ അവിടെ ഒരു കാരണം വേണ്ടേ അവിടെ പോകാനായിട്ട്. ഇപ്പോൾ എറണാകുളത്താണല്ലോ താമസം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരോടുമുള്ളൊരു മത്സരമോ ഒന്നുമല്ല. എൻ്റെ താല്പര്യം, എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സുഖം, ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ മക്കളോട് ചോദിച്ചാൽ ഇതിൻ്റെ 2 ഇരട്ടി കാശ് അവരെനിക്ക് തരും. അത് വേണ്ട, അത്യാവശ്യം ഇങ്ങനെ പോട്ടെ. മല്ലിക, മരുമക്കളെ പറ്റിയും കൊച്ചുമക്കളെ പറ്റിയും എല്ലാ ഇന്റർവ്യൂകളിലും താങ്കളോട് കുത്തി കുത്തി ചോദിക്കുന്നതിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ പല കുറി വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ അന്നും ഇന്നും അവരെപ്പറ്റി ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ താങ്കൾ മടി കാണിച്ചിട്ടുമില്ല. ശരിക്കും അത്തരം ചോദ്യങ്ങൾ താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ല, അത്തരം ചോദ്യങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. അത് ഓരോരുത്തരുടെ കാരണം വെച്ചാൽ 2 കാരണങ്ങളാണ്. ചില ഇൻ്റർവ്യൂ കാണാത്തവർ അതേ ചോദ്യങ്ങൾ, ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ചെല്ലുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഓഡിയൻസ് അയച്ചതാണെന്ന് പറഞ്ഞു. അതൊക്കെ ഞാനൊരു 5 ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഒരുപക്ഷെ അവർ ചിലപ്പോൾ അത് കേട്ട് കാണില്ല, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കില്ല. അതിൽ കേട്ടിട്ട് ഒന്നും കൂടെ വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചോദിക്കുന്നതായിരിക്കും. എനിക്കങ്ങനെ കുത്തി ചോദിക്കാൻ, കാരണം ആരും അങ്ങനെ എൻ്റെ മക്കളെക്കുറിച്ചോ എന്നെക്കുറിച്ചോ വളരെ വേദന തോന്നുന്ന രീതിയിലുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഈ കളിയാക്കിയിട്ടൊക്കെയുള്ള ട്രോളുകളൊക്കെ അതൊരു സർവ്വസാധാരണമല്ല. അതൊക്കെ ഒരു ജീവിതത്തിലെ ഒരു തമാശിൻ്റെ ഭാഗമായിട്ട്. ഞാൻ ആദ്യം പറയും, എനിക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്തു എന്നാരെങ്കിലും കള്ളമായി ഭയങ്കര ദേഷ്യം. എനിക്ക് അവരോട് എനിക്ക് സുഖമായിട്ടിൽ നിന്ന് കിട്ടുകയാണ്. പിന്നെ അവരോട് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് ഒക്കത്തേ ഇല്ല. എന്തെല്ലാം അവരിനി ആനയാണെന്ന് പറഞ്ഞാലും ശരി, സത്യം എനിക്ക് വരുന്നില്ല. കാരണം നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിയാത്ത കാര്യങ്ങൾ അവരായിരിക്കും, ഈ ആയിരിക്കും എന്നുള്ളതിനാ. ആണെങ്കിലും കാണുന്നു പറ, അത് പറയത്തുമില്ല. അല്ല, ആണെന്നിങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടു, അത് പാടില്ല. കേട്ടതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുത്തി ആരും ചോദിച്ചതായിട്ട് അങ്ങനെ ഒരു വിഷമമൊന്നും തോന്നിയിട്ടില്ല. എപ്പോഴും അതേ സുഖട്ടരെയും മകളെ പറ്റി ചോദിക്കുന്നതും കൊച്ചുമക്കളെ പറ്റി ചോദിക്കുന്നതും അവരുടെ കാര്യങ്ങൾ പറയാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോൾ ചോദിച്ചാലും പറയും. മല്ലികമ്മ ഇപ്പോഴും ആക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ഫിലിം അല്ലെങ്കിൽ ടെലിവിഷൻ അങ്ങനെ ഒരു വേർതിരിവ് ഇല്ലാതെ ഇപ്പോഴും സ്വന്തം അധ്വാനത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കോമഡി ക്യാരക്ടേഴ്സിൽ ഇപ്പൊ ഉർവശി ചേച്ചി ആയാലും കൽപ്പന ചേച്ചി ആയാലും അവരൊക്കെ കോമഡി ക്യാരക്ടേഴ്സിലൂടെ തിളങ്ങി വന്ന താരങ്ങളാണ് അല്ലെ? അപ്പം അതുപോലെ മല്ലികമ്മയ്ക്ക് അങ്ങനെ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം കിട്ടിയില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല, സിനിമയിൽ ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് പക്ഷേ ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന അടൂർ ഫാസ് സാറ്, ബഹദൂർക്ക, മണവാളൻ ചേട്ടൻ, മാളച്ചേട്ടൻ, കുതിരവട്ടം പപ്പേട്ടൻ, ഇവരൊക്കെയാണല്ലോ അന്ന് കോമഡി ചെയ്തതിലെ പ്രധാനികൾ.
അവരുടെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ സീരിയലിൽ വന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കോമഡി പോലത്തെ ഒരു പേര് കിട്ടിയത് ഒരു ഫസ്റ്റ് സീരിയൽ ഇന്ദുമുഖി ചന്ദ്രമതിയാണ്. അതെ അതെ അത് ഏതാണ്ട് 100 എപ്പിസോഡുള്ളപ്പോൾ അതിൻ്റെ പേരിൽ ദുബായിലൊക്കെ പോയി. മഞ്ജു പിള്ള ഞാനോളെ ഇന്ദുമുഖി ചന്ദ്രമതി ദുബായിൽ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ഇവിടെ പോയി ഒന്നും പറയണ്ട, അത് ഒരു ഭയങ്കര സംഭവമായിപ്പോയി. അതിനകത്ത് ഏറ്റവും ഒരു നല്ല സുഖകരമായ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ എൻ്റെ ചേട്ടൻ കാണാനായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ഒരു ട്രോളി ഒന്ന് പുൾ ഔട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ എന്തോ $1 ഇടണം. അപ്പം നമ്മൾ കുറച്ച് പൈസ എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അത് $3 ഉള്ളൂ അന്ന്. അപ്പോൾ എൻ്റെ ഈ 3 എടുക്കാനില്ല, ഈ 100ൻ്റെ ഏതോ ഒരു. അപ്പം ഞാൻ അയ്യോ ഇവിടെ കടയൊന്നുമില്ലേ, ചേഞ്ച് ഈ $3 അപ്പോൾ പുറയുന്നത് ചന്ദ്രമതി കൊച്ചമ്മേതൊരു വിളി. അയ്യോ അതാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓടി വരുന്നു 1-2 മലയാളികൾ. ഞാൻ അയ്യോ സോറി, ഞാൻ അതുകൊണ്ടല്ല, ഇതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടോ കയ്യിൽ, ഇത് എനിക്ക് ട്രോളി ഒരു $3 ട്രോളി എടുക്കാനാണോ കൊച്ചമ്മ 100ൻ്റെ നോട്ട് മാറാതിരിക്കുന്നത്, ഇങ്ങോട്ട് മറിക്കിയത് പറഞ്ഞിട്ട് പാവം പുള്ളി അതെടുത്ത് എനിക്ക് തന്നിട്ടോ. ഞാൻ ഒരിക്കലും മറക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ല. ചന്ദ്രമതി കൊച്ചമ്മ നേരെ വിളിച്ചത്. പക്ഷെ ആ ചന്ദ്രമതി കൊച്ചമ്മ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെയാണെന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ളവർ വിചാരിച്ചാണ് എൻ്റെ പേര് ചന്ദ്രമതി. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ അത് ആ കോമഡിയിൽ ട്രാക്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അംഗീകാരവും ആൾക്കാരെന്നോട് സംസാരിച്ചിരിക്കുന്നതും ഇത് തന്നെയായിരിക്കും. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഈ സുരഭിയും സുഹാസിനിയും എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ കോമഡി ആണെങ്കിലും അല്ലാതെ സീരിയസും എല്ലാം ഉണ്ട് അതിനകത്ത്. അതിടയ്ക്ക് എനിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നിർത്തി. പക്ഷെ അതും ഒരുപാട് പേര് ചേച്ചിയുടെ കയ്യിൽ നിന്നിട്ട് ആണ് പലതും പറയുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഓഫ്കോഴ്സ് അതിൻ്റെ ഡയറക്ടർ വളരെ നമ്മളെ ഇമ്പ്രവൈസ് ചെയ്യാനും നമ്മളോട് ചേച്ചി പറയുന്നത് നല്ലതാണെന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുമാണ്. ആ സീരിയലിൻ്റെ കാര്യമാണ് ഞാൻ വളരെ തുറന്നു പറയുകയാണ്. ഒരു കാര്യമില്ലാതെ സുഖമില്ലാതെ ഞാൻ കിടന്നപ്പോൾ നിർത്തി. ഇപ്പം 2ാമത് തുടങ്ങിയപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ആരണ്ടൊക്കെ വിളിച്ച് പറഞ്ഞു ചേച്ചി അതിനകത്ത് ആരണ്ട മാറ്റി. അപ്പം ആരെ എനിക്കറിയാൻ കൂടെ, എല്ലാവരും ഉണ്ട് അതിനകത്ത്, എനിക്കറിഞ്ഞൂടാ. നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കും ചിലപ്പോൾ അയ്യോ ആ ക്യാരക്ടർ കുറച്ച് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ അത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതല്ല. അത് ഇന്നേ വരെ ഞാനൊരു സിനിമയെന്നോ ഒരു സീരിയലിലോ ഒരാളെ മാറ്റണമെന്നോ എൻ്റെ മക്കളോട് ഞാൻ പറയും. ഒരു നിർമ്മാതാവിൻ്റെ പടത്തിൽ ചെല്ലുമ്പോൾ അവരുടെ ഇപ്പം പക്ഷേ അവരൊക്കെ സ്വന്തമായിട്ട് പടം എടുക്കുമ്പോൾ അവർക്ക് താല്പര്യമുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ച് അവർ പ്രൊഡക്ഷനിലേക്ക് എടുത്തു എന്നിരിക്കും. പക്ഷെ അല്ലാതെ ഈ ഒരാളിൻ്റെ കഞ്ഞികൂടി മുട്ടിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കഞ്ഞി കുടിക്കാനുള്ള അവസരം ദൈവം തരുമോ? അല്ല, ഞാൻ അമ്മയോട് ചോദിച്ചത് വേണ്ടത്ര അംഗീകാരം സിനിമയിൽ കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും എന്താ പറയുക, ഈ അംഗീകാരം കിട്ടുക എന്ന് ഇപ്പം എന്നോട് ആരാണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നേ വരെ എനിക്ക് ഇന്നതാവണം എന്നും പറഞ്ഞു അതിനൊരു പരിശ്രമം കൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റല്ല എനിക്ക് വിളിക്കുന്ന വേഷം ഏതാണോ പോയി ചെയ്യും, വരും. അംഗീകാരം സിനിമയിൽ എനിക്ക് കിട്ടിയില്ല എന്ന് ഞാനെങ്ങനെ പറയും? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് വാങ്ങിച്ചൊരു നടിയാണ് ഞാൻ. ഒരു 100 കണക്കിന് മറ്റ് അവാർഡുകൾ സംഘടനകളുടെ, പിന്നെ ക്രിറ്റിക്സ് അവാർഡ്, മറ്റേത് മറിച്ച് ഇപ്പോഴല്ല മുമ്പ് ഞാൻ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് അവർ ആരാണ് ഏത് സംഘടനയാണെന്ന് പോലും അറിയാൻ വയ്യ. പക്ഷേ ഇന്ന പടത്തിലോ ഇന്ന സീരിയലിലോ ഒക്കെ എൻ്റെ പെർഫോമൻസ് കണ്ട് തന്നെ എനിക്ക് തരുന്നതല്ലേ. പിന്നെ ഇനിയിപ്പോൾ വേറെ വലിയ മുന്തിയ അംഗീകാരം എന്നൊക്കെ പറയാനായിട്ട് ഞാനതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. എല്ലാവരും പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് സർക്കാർ അത് കാണിക്കുമായിരിക്കും, എനിക്കറിയില്ല. ഒരുപാട് പേര് പലപ്പോഴും ചോദിക്കാറുണ്ട് ചേച്ചി അയ്യോ കഷ്ടമായി ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ചേച്ചിക്കായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് പറയുന്നത് പൃഥ്വിരാജിനായിരിക്കും അല്ലെങ്കിൽ ഇന്ദ്രജിത്തിനായിരിക്കും എന്നൊക്കെ. എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? ഈ 6-7 പേര് കണ്ടിട്ടിരുന്ന് തീരുമാനിച്ചിട്ട് ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നു, മന്ത്രി വന്നിരുന്ന് പറയുന്നു. അതാണോ ജനത്തിൻ്റെ താല്പര്യം? അല്ല, അത് നമുക്കറിഞ്ഞൂടെ. അപ്പോൾ അതിനെ കിടന്ന് സങ്കടപ്പെട്ട കാര്യം ഈ 7 പേര് പറയുന്നതാണോ സിനിമ എന്ന് പറയുന്നത്? ഒന്നുമല്ല. അത് അവരുടെ ചിന്താഗതിയിലൂടെ അവർക്ക് തോന്നിയ അഭിപ്രായം അവർ പറയുന്നു. ബാക്കി 4 കോടിയോളം പേര് ഇപ്പുറത്ത് കിടപ്പുണ്ട്, അവരുടെ അഭിപ്രായം കൂടെ എടുക്കട്ടെ. അപ്പോൾ അതൊന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ വെറുതെ വളരെ സില്ലി ആയിട്ടുള്ള ചില കമൻസാണ്. അവാർഡും അംഗീകാരവും ഒക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞങ്ങളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. എങ്ങനെയോ ആവട്ടെ, ഇത് തീരുമാനിക്കുന്നത് 7-10 പേരായിരിക്കുമല്ലോ. ഈ 10 പേരുടെ അഭിപ്രായത്തിൽ ഒരാൾക്ക് സിനിമ കിട്ടുമെന്നോ അവൻ നാളെ മറ്റേ സിനിമയിൽ മറ്റേ സ്പിൽബർഗ് ആവുമെന്നൊന്നും എനിക്ക് വിചാരമില്ല. അത് ജനം നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലേ? നമ്മുടെ പടം കണ്ട അയ്യോ കൊള്ളാം കേട്ടോ, ആ പടം നന്നായിരുന്നു, ആ കുട്ടി നന്നായിരുന്നു എന്ന് പറയുമ്പോഴേ നമുക്കൊരു അംഗീകാരമുള്ളൂ. 10 പേരുടെ അഭിപ്രായം കൊണ്ടൊന്നും ഇവിടെ ഒരു വലിയ നടനും ഉണ്ടായിട്ടില്ല, നടിയും ഉണ്ടായിട്ടില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ എന്ന് പറയുന്നത്
മമ്മൂട്ടിയുടെ ടർബോയിൽ ഞാൻ അഭിനയിക്കണ്ടായിരുന്നു. അപ്പോഴായിരുന്നു എനിക്ക് ഒരു സെല്ലുലൈറ്റിസിന്റെ ഒരു ഇൻഫെക്ഷൻ വന്ന് കാലും. അയ്യോ, ആ റോള് മല്ലികമ്മയായിരുന്നു ചെയ്യണ്ടേ? 30 ദിവസം ഞാൻ ചെയ്യേണ്ട ഒരു വേഷമായിരുന്നത്. എന്തിനു ചേച്ചി ഇപ്പൊ അഭിനയിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എല്ലാവരുടെ വിചാരം അവരുണ്ടാക്കുന്ന ലക്ഷങ്ങളെല്ലാം എൻ്റെ അലമാരിക്കകത്താണ്. അത് തെറ്റ്. അത് ഒന്നാമത്തെ തെറ്റ്. വെക്കാമെന്ന് പറഞ്ഞാലും വെക്കരുതെന്ന് പറയുന്ന ആളാണ് ഞാൻ.